ദൈവം നമ്മെ പിന്തുടരുന്നു. 139 സങ്കീർത്തനം 1 മുതൽ 24 വരെ. ധ്യാനത്തിനായിട്ട് 7-ാം വാക്യം. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന സുപ്രസിദ്ധ കൃതിയുടെ രചയിതാവായ ഫ്രാൻസിസ് തോംസൺ എന്ന ആംഗലേയ കവി ഭക്തിയുടെ വിശിഷ്ട പാരമ്പര്യമുള്ള ഭവനത്തിൽ ജനിച്ച് വളർന്നയാളായിരുന്നു. എങ്കിലും തൻ്റെ ചെറുപ്പകാലത്ത് ദൈവത്തിൽ നിന്ന് അദ്ദേഹം അകന്നുപോയി. വിദ്യാഭ്യാസകാലത്ത് വൈദികനായി തീരുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ വേദശാസ്ത്രം പഠിക്കുവാൻ തുടങ്ങി. പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം വഴുതി മാറി. വേദശാസ്ത്രത്തിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. ഒരു ഡോക്ടറായി തീരുക എന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. അലസതയും പാഠ്യവിഷയത്തിലുള്ള വിരസതയും നിമിത്തം വൈദ്യശാസ്ത്രത്തിലും വിജയിക്കുവാൻ കഴിഞ്ഞില്ല. ലഹരി മരുന്നുകളുള്ള ആഭിമുഖ്യമല്ലാതെ മറ്റൊരു നേട്ടവും അദ്ദേഹത്തിന് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അത് അയാളെ നശിപ്പിച്ചു. ഉപജീവനത്തിനു വേണ്ടി ലണ്ടൻ നഗരത്തിൽ അങ്ങോളം ഇങ്ങോളവും ജോലി തേടി അലഞ്ഞു. ചെരുപ്പ് പോളിഷ് ചെയ്യുക, കുതിരയെ സൂക്ഷിക്കുക മുതലായ ചെറിയ ജോലികൾ പോലും ചെയ്യാൻ തയ്യാറായി. എന്നാൽ അക്കാലത്തും അദ്ദേഹത്തിനൊരു സിദ്ധി വിശേഷമുണ്ടായിരുന്നു. കവിത എഴുതുവാനുള്ള വാസനയായിരുന്നു അത്. അക്കാലത്ത് എഴുതിയ ഏതാനും കവിതകൾ ഒരു പത്രാധിപരുടെ ശ്രദ്ധയിൽപ്പെടുവാനിടയായി. ആ കവിതകളുടെ ഗുണം മനസ്സിലാക്കി അദ്ദേഹം അവ പ്രസിദ്ധീകരിച്ചു. ആ യുവകവിയെ പത്രാധിപർ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നില പരമദയനീയമായിരുന്നു. കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ. കോട്ടിനുള്ളിൽ ഷർട്ട് ധരിച്ചിരുന്നില്ല. കീറിയ ഷൂസിനുള്ളിലൂടെ അദ്ദേഹത്തിൻ്റെ നഗ്നപാദങ്ങൾ തെളിഞ്ഞ് കാണാമായിരുന്നു. ഈ ദുരവസ്ഥയിൽ നിന്ന് അനുഗ്രഹീതനായ ഒരു കവിയായി ഫ്രാൻസിസ് തോമസിനെ ഉയർത്തിയത് പ്രസ്തുത പത്രാധിപരും അദ്ദേഹത്തിൻ്റെ ഭക്തിയുമായിരുന്നു. അദ്ദേഹം ദൈവസ്നേഹം കണ്ടെത്തിയതും അവരിൽ കൂടിയാണ്. ദുരിതപൂർണമായ നരകത്തിൽ തൻ്റെ കിടക്ക വിരിക്കുകയും എല്ലാവരിൽ നിന്ന് ഒറ്റപ്പെട്ട് ഏകാന്ത ജീവിതം നയിക്കുകയും ചെയ്തെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം തന്നെ പിന്തുടരുന്നതായി അദ്ദേഹത്തിന് ബോധ്യമായി. അതേപ്പറ്റി അദ്ദേഹം എഴുതിയ കവിത സുപ്രസിദ്ധമാണ്. സുന്ദരമായ ആ കവിതയുടെ ആശയം ഏതാണ്ട് ഇപ്രകാരമായിരുന്നു: രാവും പകലും ഞാൻ ദൈവത്തിൽ നിന്ന് ഓടിയകന്നു. അങ്ങനെ വർഷാന്തരങ്ങൾ പിന്നിട്ടു. എൻ്റെ മനസ്സിനെ എങ്ങുമെങ്ങും എത്തിക്കാനും കുടില മാർഗത്തിലൂടെ ഞാൻ ദൈവത്തിൽ നിന്ന് ഓടിമറഞ്ഞു. ജീവിതത്തിൻ്റെ ഉല്ലാസങ്ങളിലും കണ്ണീരിൻ്റെ മൂടൽമഞ്ഞിലും ദൈവത്തിൽ നിന്ന് ഞാൻ ഒളിച്ചിരുന്നു. പ്രതീക്ഷകളുടെ വീതിയിൽ കൂടി ഞാൻ മുന്നോട്ടോടി. അപ്രതീക്ഷിതമായ വിഷാദത്തിലേക്കും ഭയത്തിലേക്കും ഞാൻ കുത്തനെ പാഞ്ഞു. തിടുക്കം കൂടാതെ ഒരേ വേഗത്തിൽ ഒരു കാലച്ച എന്നെ അനുസ്യൂതം പിന്തുടർന്നുകൊണ്ടിരുന്നു. ആ കാലച്ചകളെ മറികടക്കുന്ന ഒരു ശബ്ദം എൻ്റെ കാതുകളിൽ പതിഞ്ഞു: നീ എന്നെ വഞ്ചിക്കുമ്പോൾ നിൻ്റെ സകല പ്രവൃത്തികളും നിന്നെ വഞ്ചിക്കുന്നു. ഫ്രാൻസിസ് തോംസൻ്റെ മനോഹരമായ ഈ കവിതയ്ക്ക് 139 സങ്കീർത്തനത്തോട് സാമ്യമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനെ ഇടതടവില്ലാതെ അനുഗമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടി അകലുവാൻ ശ്രമിക്കുന്നു. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. നമ്മുടെ അന്തരംഗത്തിലെ നിരൂപണങ്ങളും അവിടത്തേക്ക് മറവായിരിക്കുന്നില്ല. നാം നടക്കുന്ന വഴികളെല്ലാം ദൈവത്തിനറിയാം. ദൈവത്തെ വിട്ട് നാം എവിടേക്കാണ് ഓടുക? ഓർക്കണമേ, ശീലങ്ങൾ ആരംഭിക്കുക എളുപ്പമാണ്, അവ നീക്കുക ഏറ്റവും പ്രയാസകരവും. 68-ാം സങ്കീർത്തനം 19-ാം വാക്യം. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.